ജമ്മു കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് CBI എടുത്ത അഴിമതി കേസിലെ പ്രതിയായി. മുൻ ഗവർണർ പ്രതിയാകുന്ന ആദ്യത്തെ അഴിമതി കേസാണിത്. 300 കോടി രൂപ കൈക്കൂലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇടനിലക്കാർ സമീപിച്ചുവെന്ന് ഗവർണർ വിളിച്ചു പറഞ്ഞ കേസിലാണ് അതേ ഗവർണർ തന്നെ പ്രതിയായത്. ഗവർണർ ഇത് പറഞ്ഞ ശേഷം ആരംഭിച്ച അന്വേഷണമാണ് ഗവർണറെ പ്രതിയാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിക്കാരുടെ നേതാവാണ് എന്ന് വരെ നിശിതമായി വിമർശിച്ചിരുന്നയാളാണ് സത്യപാൽ മാലിക്. അങ്ങനെ വിമർശിച്ചതുകൊണ്ട് പ്രതിയാക്കി എന്നാണ് ഗവർണറോടടുപ്പമുള്ളവർ പറയുന്നത്. പ്രതിയാകും എന്നുറപ്പായതോടെ വിമർശനം ശീലമാക്കിയതാണെന്നാണ് BJP ആരോപിക്കുന്നത്. BJP തന്നെ നിയമിച്ച ഗവർണർ, പഴയ ജമ്മു കാശ്മീരിന്റെ അവസാനത്തെ അമരക്കാരൻ, ബീഹാറിലും ഗോവയിലും ഒക്കെ ഗവർണറായിരുന്നയാൾ, അങ്ങനെ ഒരാൾ എങ്ങനെ BJPയുടെ 1-ാം നമ്പർ ശത്രുവായി? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. പുൽവാമയും അഴിമതി കേസിൽ പ്രതിയായ ഗവർണർ. കേസിൽ സത്യപാൽ മാലിക് എത്രമാത്രം ഉൾപ്പെട്ടു എന്നറിയണമെങ്കിൽ കോടതി വിധി വരണം. ഇപ്പോൾ പ്രതി ചേർത്ത് CBI കുറ്റപത്രം സമർപ്പിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ സത്യപാൽ മാലിക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച നിരവധി ആരോപണങ്ങളുണ്ട്. പുൽവാമ ആക്രമണ സമയത്ത് പ്രധാനമന്ത്രി മോദിക്ക് ഗുരുതരമായി പിഴവുണ്ടായി, ആ പാളിച്ചകളെക്കുറിച്ച് മിണ്ടരുതെന്ന് മോദിയും അജിത് ഡോവലും നിർദ്ദേശിച്ചു എന്നെല്ലാം തുറന്നടിച്ചയാളാണ് സത്യപാൽ മാലിക്. പുൽവാമ സംഭവ ദിവസം യാത്രയ്ക്കായി വിമാനം വേണമെന്നാണ് CRPF ആവശ്യപ്പെട്ടിരുന്നത്. ഇത്ര വലിയ കോൺവോയ് റോഡ് മാർഗം പോകുന്നത് അപകടകരമാണെന്നും CRPF മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ആഭ്യന്തര മന്ത്രാലയം ഈ ആവശ്യത്തെ നിരസിച്ചു. അങ്ങനെയാണ് സൈനികർക്ക് 72 ബസ്സുകളിലായി റോഡ് മാർഗം പോകേണ്ടി വന്നത്. ആ കോൺവോയിലേക്കാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഓടിച്ചു കയറ്റിയത്. ഇതായിരുന്നു സത്യപാൽ മാലിക്കിന്റെ ഏറ്റവും ഗുരുതരമായ വെളിപ്പെടുത്തൽ. പാകിസ്ഥാനിൽ നിന്നും വന്ന കാർ സ്ഫോടക വസ്തുക്കളുമായി 10-15 ദിവസം പുൽവാമയിലും പരിസരത്തും സഞ്ചരിച്ചു. ഇത്രയും ദിവസം കാർ ഓടിയിട്ടും ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കൊന്നും കണ്ടെത്താനായില്ല. ആഭ്യന്തര വകുപ്പിന്റെ അതീവ ഗുരുതര വീഴ്ചയാണിതെന്നും സത്യപാൽ മാലിക് ആരോപിച്ചിരുന്നു. അടുപ്പമുള്ളവർ അഴിമതി കാണിക്കുമ്പോൾ മോദി ഒരു നടപടിയും എടുക്കാറില്ല എന്നാണ് 2023 ഏപ്രിൽ 14 നൽകിയ അഭിമുഖത്തിൽ സത്യപാൽ മാലിക് ആരോപിച്ചത്. ഇതിനുശേഷമാണ് മാലിക്കിനെതിരെ CBI അന്വേഷണം തുടങ്ങിയതും വീട്ടിൽ പരിശോധന നടത്തിയതും. 1-2 കോടി രൂപയുടെ ക്രമക്കേടല്ല സത്യപാൽ മാലിക്കിനെതിരെ CBI ആരോപിക്കുന്നത്. 2 കേസുകളാണ് മാലിക്കിനെതിരെയുള്ളത്. അതിൽ ഒന്നാമത്തേത് ഈ ജമ്മു കാശ്മീരിലെ സർക്കാർ ജീവനക്കാർക്കായി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കിയ പദ്ധതി. അനിൽ അംബാനിയുടെ റിലയൻസിനായിരുന്നു പദ്ധതിയുടെ കരാർ ലഭിച്ചത്. ഇനി രണ്ടാമത്തേത് കിരു ജലവൈദ്യുത കരാറാണ്. 2200 കോടി രൂപയുടെ നിർമ്മാണത്തിന് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഇഷ്ടക്കാർക്ക് നൽകിയെന്നാണ് ആരോപണം. ഈ 2 പദ്ധതിയിലും ആദ്യം അഴിമതി ആരോപിച്ചത് ഗവർണർ സത്യപാൽ മാലിക് തന്നെയാണ്. രണ്ടും നടപ്പാക്കാൻ 150 കോടി രൂപ വീതം 300 കോടി വാഗ്ദാനം ചെയ്തു എന്നായിരുന്നു വെളിപ്പെടുത്തൽ. അഴിമതി ആരോപണത്തെ തുടർന്ന് 2 കരാറും റദ്ദാക്കിയിരുന്നു. ഇൻഷുറൻസ് പദ്ധതി 1 മാസം മാത്രമാണ് നിലനിന്നത്. അപ്പോഴേക്കും ഗവർണർ തന്നെ റദ്ദാക്കി. ജലവൈദ്യുത പദ്ധതിക്ക് അനുമതി നൽകുകയും റദ്ദാക്കുകയും വീണ്ടും അനുമതി നൽകുകയും ഒക്കെ ഇതിനിടയിൽ സംഭവിച്ചു. രാജ്യത്ത് ഭരണ സംവിധാനത്തിൽ ഏതൊക്കെ രീതിയിൽ അഴിമതി നടക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള പുസ്തകമാണ് ഈ 2 അഴിമതികളും. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരില്ലാത്ത ഘട്ടത്തിൽ കശ്മീരിൽ ഉദ്യോഗസ്ഥർ എന്തൊക്കെ രീതിയിൽ ഏതൊക്കെ രീതിയിൽ വഴിവിട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് ഈ കേസിൽ നിന്നും വ്യക്തമാകും. ജനാധിപത്യത്തിൽ അഴിമതിക്കാർ അനേകമുണ്ടെങ്കിലും അവരെ ചോദ്യം ചെയ്യാനും അത്ര തന്നെ ആളുകളുണ്ട്. അങ്ങനെ ഒരു സംവിധാനം ഇല്ലാതാക്കിയ ശേഷം കശ്മീർ ഭരണം ഏതൊക്കെ രീതിയിൽ അധപ്പതിച്ചു എന്നും ഈ കേസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ചെനാബ് വാലി പവർ പ്രോജക്ട്സ് നടപ്പാക്കിയതാണ് കിരു ജലവൈദ്യുത പദ്ധതി. 2200 കോടി രൂപയായിരുന്നു നിർമ്മാണത്തിനുള്ള അടങ്കൽ തുക. മൊത്തം പദ്ധതി ചെലവ് 4287 കോടി രൂപയും. കോൺക്രീറ്റ് അണക്കെട്ട്, വെള്ളം തിരിച്ചുവിടാനുള്ള തുരങ്കം, പ്രഷർ ഷാഫ്റ്റുകൾ, പവർ ഹൗസ് എന്നിവ നിർമ്മിക്കാനായിരുന്നു കരാർ. ടെൻഡർ നടപടികളൊന്നും പാലിക്കാതെ ഇത്രയും വലിയൊരു കരാർ നൽകിയെന്നാണ് CBI കുറ്റപത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ചെനാബ് വാലി പവർ പ്രൊജക്ട്സിന്റെ 47ാമത്തെ ബോർഡ് മീറ്റിംഗിൽ ടെൻഡർ നടത്താനും അപ്പോൾ നടന്നുകൊണ്ടിരുന്ന ടെൻഡർ നടപടികൾ നിർത്തിവെക്കാനും തീരുമാനിച്ചു. തൊട്ടു പിന്നാലെ ചേർന്ന 48ാമത്തെ ബോർഡ് മീറ്റിംഗിൽ ടെൻഡർ വേണ്ടെന്ന് വെച്ചു. ഇതിനുശേഷം ഇത്ര വലിയ പദ്ധതി പട്ടേൽ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് നൽകി. ചെനാബ് വാലി പവർ പ്രോജക്ട്സ് മാനേജിംഗ് ഡയറക്ടർ MS ബാബു, ഡയറക്ടർമാരായ കുമാർ മിശ്ര, MK മിത്തൽ, പട്ടേൽ എഞ്ചിനീയറിംഗ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ രൂപൻ പട്ടേൽ എന്നിവർ മാത്രമല്ല CBI കേസിലെ പ്രതികൾ. അന്ന് ഗവർണറായിരുന്ന സത്യപാൽ മാലിക്കും പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വീരേന്ദർ റാണയും
കൻവാർ സിംഗ് റാണയും കൂടിയാണ്. സത്യപാൽ മാലിക് ഗവർണറായി ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് അനിൽ അംബാനിയുടെ റിലയൻസ് ഇൻഷുറൻസ് കമ്പനിക്ക് കരാർ നൽകിയത്. അതുവരെ ICICI ലംബാർഡ് ആയിരുന്നു ഇൻഷുറൻസ് പരിരക്ഷ നൽകിയിരുന്നത്. 8,777 രൂപ പ്രീമിയമുള്ള പദ്ധതിക്കായി സർക്കാർ 61 കോടി രൂപ മുൻകൂറായി നൽകുകയും ചെയ്തു. ചീഫ് സെക്രട്ടറിയോ ഗവർണറോ ഒന്നും കാണാതായിരുന്നു ആ കരാർ നൽകിയത്. ഗവർണർ സത്യപാൽ മാലിക് തന്നെയാണ് ഈ ഇൻഷുറൻസ് ശുദ്ധ തട്ടിപ്പെന്ന് ആദ്യമായി പറഞ്ഞത്. ഗവർണർ തന്നെ ഈ കരാർ റദ്ദാക്കുകയും ചെയ്തു. ടെൻഡർ വിളിക്കാനായി നിയമിച്ചത് ട്രിനിറ്റി റീ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ലിമിറ്റഡിനെയായിരുന്നു. അനിൽ അംബാനിയുടെ കമ്പനിയെ സഹായിക്കാനായി ഇവർ കരാർ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തി എന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. പദ്ധതി നൽകി 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെയാണ് കരാർ റദ്ദാക്കിയത്. ഇത്ര വലിയ പ്രീമിയം നൽകാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജീവനക്കാരും അപ്പോഴേക്കും സമരം തുടങ്ങിയത്. എന്നാൽ റിലയൻസിന് മുൻകൂർ നൽകിയ തുക തിരിച്ചു പിടിക്കാൻ നടപടിയുണ്ടായില്ല. ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ റിലയൻസിന്റെയും ട്രിനിറ്റിയിലെയും ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തിയെന്നാണ് CBI FIR-ൽ പറയുന്നത്. 2 സംഭവങ്ങളിലും 150 കോടി രൂപ വീതം കൈക്കൂലി വാഗ്ദാനം ചെയ്തു എന്ന് ഗവർണർ ആരോപിച്ചതോടെയാണ് കേസുകൾ തമ്മിൽ ബന്ധമുണ്ടാകുന്നത്. 2 കരാറുകളും ഏറെക്കുറെ ഒരേ സമയത്താണ് നടപ്പാക്കിയത്. ഈ കേസിൽ ഒരു കാലത്ത് ഗവർണർ വിസിൽ ബ്ലോവർ ആയിരുന്നു. അഴിമതി വിളിച്ചു പറഞ്ഞയാൾ ഈ ആഴ്ച മുതൽ ഗവർണർ പ്രതിയാണ്. സത്യപാൽ മാലിക്കാണോ സത്യമെന്ന് കോടതി പറയട്ടെ. അതോടൊപ്പം സത്യപാൽ മാലിക് പുൽവാമ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുടെ സത്യവും പുറത്തു വരേണ്ടതാണ്. സ്പോട്ട്ലൈറ്റ് മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.